ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഈ എരിവും പുളിയും ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇന്ന് കുറച്ച് മധുരം ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലഡു ആണ്. അപ്പോൾ ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇടുമ്പോൾ കൂടി പോകാൻ പാടില്ല, വളരെ കുറച്ചിടാൻ പാടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം, ഞാനിടുന്നില്ല. ഞാനിവിടെ 2 ഡ്രോപ്സ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. യെല്ലോ കളറിന് പകരം വേണമെങ്കിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല, ആ ഇഡ്ഡലി മാവിൻ്റെ ഒരു കട്ടിയിൽ തന്നെ കിട്ടണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. അതുപോലെ കട്ടിയുള്ള കടലമാവാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒന്ന് അരിപ്പ് ഉപയോഗിച്ച് അരിച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് മിക്സാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഡാൽഡയോ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഒരു സ്പൂൺ തവിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അരിപ്പയുള്ള ചെറിയ തവി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് ചെറിയ ബോൾസാക്കി എടുക്കാം നമുക്ക്. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ചെയ്താലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കോരി എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഓയിൽ ചൂടായതിന് ശേഷം മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ മറു സൈഡ് മറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കരിഞ്ഞു പോവാതെ ഉള്ളൊക്കെ വേവുന്ന രീതിയിൽ തിരിച്ചും മറച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവരുത്, കളറൊന്നും മാറി പോവരുത്. അതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ മാവും ഇതുപോലെ ഒഴിച്ച് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രിപ്പ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ എല്ലാ മാവും ഇതിലൊഴിച്ച് ഇതുപോലെ തന്നെ വറുത്ത് കോരുന്നുണ്ട്. നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ മാവും ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം പകുതി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. വല്ലാണ്ട് തരിത്തിരി നൈസ് പൊടിയാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാലോ, ലഡ്ഡു കിട്ടുമ്പോൾ ഒരു പകുതി ചെറിയ ബോളിൻ്റെ പീസ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടത് ഒരുവിധം നൈസാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് പൊടിച്ചത് കുറച്ചും കൂടി വലിയ പീസാക്കിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതും ഇവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളുടെ മിക്സർ ജാറിലിട്ട് തരിയായി പൊടിച്ചെടുത്ത് നമ്മുടെ ലഡുവിൻ്റെ പൊടി അതിലോട്ട് കടലമാവിൻ്റെ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊടിയും ഒരുമിച്ചിട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ആ പഞ്ചസാര ലായനി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ഏലക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യും ഏലക്കാപ്പൊടിയും നമ്മുടെ ഈ ഒരു മാവിലോട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ പഞ്ചസാര ലായനിയൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ചൂട് ഒരു പകുതി ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ചൂട് പകുതി ആറിയതിന് ശേഷം നമുക്ക് ഉരുട്ടി നല്ല ബോൾ പോലെ ആക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫാക്കി ചൂടൊന്ന് പകുതി ആറുന്ന വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ചൂട് പകുതി ആറിയതിന് ശേഷം ഇതുപോലെ ബോളാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് ഫുള്ളായിട്ട് ആറിക്കഴിഞ്ഞാൽ ഇതുപോലെ ബോളാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നെയ്യോ അല്ലെങ്കിൽ കിസ്മിസോ കാഷ്നട്ടൊക്കെ വറുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡ്ഡു ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയും ഞാൻ ഇതുപോലെ ലഡ്ഡു ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് നമ്മുടെ ഈ ഒരു യെല്ലോ കളർ ലഡ്ഡു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.